കോട്ട നിങ്ങളെന്താ ഇവിടെ ഇരിക്കുന്നേ? എന്തെറ്റി? ഒന്നുമില്ല, അപ്പം കുറച്ച് എവിടെ ഇരിക്കാന്ന് വിചാരിച്ച്. പ്രശ്നമൊന്നുമല്ല, നമ്മളെ മക്കളെയൊക്കെ പറ്റി ചിന്തിച്ച് നോക്കുക. അല്ല, ഒരു മക്കൾ നമുക്ക് ഉണ്ടാകുന്നതിന് മുമ്പ്, ഓല് പ്രസവിക്കുന്നതിന് മുമ്പേ ഓലെ പറ്റി നമ്മൾ എന്തൊക്കെ സ്വപ്നം കാണുന്നല്ലേ? ഓലെ പറ്റി എന്തൊക്കെ നമ്മൾ ഓല് പറയുന്ന കളിപ്പാട്ടും ഓല് പറയുന്ന ഡ്രസ്സും ഓല് പറയുന്ന ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുക്കും. ഒരു സന്തോഷമായി, പിന്നെ മുമ്പത്തെ സന്തോഷമല്ലേ? പക്ഷേ വല്ലാത്തൊരു സങ്കടം ഉണ്ടായിരുന്നു. ചങ്ക് വിട്ടു പുറത്തു വേറെയൊന്നും അല്ല. ഇന്നലെ വീട്ടിൽ കുറച്ച് കോയിറച്ചി കൊണ്ടുവന്നീനു മോൻ. അല്ല, ഓനത് വാങ്ങലില്ല വീട്ടിൽ. ഓളാണ് ഞാൻ നന്നാക്കി ഉണ്ടാക്കിയ ചെയ്തി. ഓൻ പറയൂ, മക്കൾക്ക് ഇടയ്ക്ക് കോയിറച്ചിയും കൊടുത്താൽ ശരിയാവില്ല, അവർക്ക് അങ്ങനെ കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് അവൻ അങ്ങനെ വാങ്ങാത്തത്. പക്ഷേ എപ്പോഴെങ്കിലല്ലേ ഇപ്പോൾ ഇത് കഴിക്കുന്നത്. അതുകൊണ്ട് വിളമ്പിയ സമയത്ത് ഞാൻ പ്ലേറ്റിലേക്ക് എടുത്തിട്ട് 3-4 കഷ്ണം അങ്ങ് എടുത്തിട്ട് പോയി. അല്ല, ഉണ്ടായിട്ടല്ല, അങ്ങ് എടുത്തിട്ട് പോയി. അപ്പോൾ മോനോട് വെച്ച് അച്ഛൻ ഇതെല്ലാം കൂടി എടുത്തിട്ട് ഞാൻ ഇവിടെ വേറെ അറ്റു ഉണ്ടായിരുന്നു. എൻ്റെ മോൻ ചോദിച്ച കാര്യണ്ടേ, ഞാൻ അങ്ങനെ എടുത്തിട്ടായിരുന്നു. അയാൾക്ക് കഴിക്കാനുള്ളതല്ലേ? ഓൻ അങ്ങനെ ചോദിച്ചല്ല. എന്നാലും അപ്പൊ ഞാൻ പറഞ്ഞത്, ഓൻ ചോദിച്ചത് ശരിയാ. ഞാനതൊന്നിച്ചെടുത്ത് വിളമ്പേരതിനെ ഞാൻ പറഞ്ഞേ, അത് തട്ടിയപ്പോ അങ്ങ് വീണു പോയതാണ്. സത്യമല്ല, ഞാൻ തട്ടിയതാ. തിന്നാലോന്ന് വിചാരിച്ചിട്ടേ. അപ്പൊ ഞാൻ സ്പൂൺ എടുത്തിട്ട് ആ പ്ലേറ്റിലേക്ക് എന്നെ മാറ്റി ഇടാന്ന് പറഞ്ഞപ്പോ മോൻ്റെ ഓള് അച്ഛനെ ആയിലേക്ക് ഇട്ടിട്ട് അത് ഞാനാ തിന്നാനുള്ളത്. അത് മാത്രമല്ല, നായും കൂടി ഇല്ല ഇവിടെ തിന്നാൻ. അത് പറഞ്ഞേ ശരിയാ, ആരും ഇല്ലല്ലോ തിന്നാനാണ്. ഞാൻ എടുത്തിട്ട് ഉണ്ടാക്കാനാ. പക്ഷേ എനിക്ക് ചങ്ക് അങ്ങോട്ട് ഇറങ്ങുന്നില്ലടോ. ഭാര്യ എല്ലാവരും അടുത്ത് ഓള് ചോറ് ഒറ്റി തിന്നോണ്ടിരിക്കുക. ഓളെ കണ്ണീരിക്കുന്ന ചോറിൻ്റെ അകത്തേക്ക് ഇട്ട് വീഴുന്നത് ചങ്ക് പൊട്ടിപ്പോയടോ. സഹിക്കാൻ പറ്റുന്നില്ല. ഇത് ഭക്ഷണവും കഴിക്കാൻ കഴിയുന്നില്ല. ഞാൻ എന്താ ചെയ്യാനുള്ള അവസ്ഥയിൽ പോയി. സാരല്ല, അതൊക്കെ ഞാൻ ചെയ്ത പണി ഉണ്ടാവല്ലോ. മക്കളെ പണിയൊന്നും വേണ്ട. കാര്യമുണ്ട്. പണ്ടുള്ളവര് പറയുന്ന ഒരു പഴച്ചൊല്ലു കെട്ടിക്കുന്നത്, മക്കളെ കണ്ടു